Once again, welcome back to KC's Classes. KC's Classes-ന്റെ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. കേരള PSC ജൂനിയർ അക്കൗണ്ടന്റ് കാറ്റഗറി നമ്പർ 363 364 2025 ഈ ഒരു പോസ്റ്റിന്റെ സ്മാർട്ട് സ്റ്റഡി വീഡിയോസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ്. ഡെയിലി MCQസിലെ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് സബ്ജക്റ്റില് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നെക്സ്റ്റ് ഒരു 5 ക്വസ്റ്റ്യൻസ് ഇൻട്രൊഡക്ഷൻ പാർട്ടിലെ ഫിനാൻഷ്യൽ മാനേജ്മെന്റിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളതിൽ ഡിസ്കസ് ചെയ്യാം. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത് നമ്മുടെ സ്ഥാപനം കേരള PSC കോമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ പോസ്റ്റുകൾക്കും ഓൺലൈൻ ആയിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് അവൈലബിൾ ആവുക. ലൈവ് സെഷൻസ്, റെക്കോർഡഡ് സെഷൻസ്, PDF നോട്ട്സ്, MCQ പ്രാക്ടീസസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ, അങ്ങനെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള എൻറ്റയർ സപ്പോർട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് കേരള PSC കോമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള പോസ്റ്റുകൾ ക്രാക്ക് ചെയ്യാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 16 ആണ് നെക്സ്റ്റ് കേട്ടോ. ചോദ്യം ഇതാണ്: ഷോർട്ട് ടൈം ഫിനാൻസ് മാനേജേഴ്സ് cash, receivables, inventory and short-term borrowings. Either statement. Number 2, high inventory always minimizes total cost. Number 3, cash budgeting is essential for liquidity management. Null option, only 1 is true, 1 and 3 are true, 2 only, all are true. നമുക്ക് നോക്കാം ഒരു സ്റ്റേറ്റ്മെന്റിന്റെ ഡീറ്റെയിൽസ്. നമ്പർ 1, ഷോർട്ട് ടൈം ഫിനാൻസ് മാനേജേഴ്സ് ക്യാഷ്, റിസീവബിൾസ്, ഇൻവെന്ററി ആൻഡ് ഷോർട്ട് ടൈം ബോറോയിങ്സ്. കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അല്ല, വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് ആണ്. സോ അവിടെയാണ് നമുക്ക് ഈ ക്യാഷ് മാനേജ്മെന്റ്, റിസീവബിൾസ്, ഇൻവെന്ററി മാനേജ്മെന്റ് ഒക്കെ കാണാൻ സാധിക്കുന്നത്. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ആദ്യത്തെ. നമ്പർ 2, ഹൈ ഇൻവെന്ററി ഓൾവേസ് മിനിമൈസസ് ടോട്ടൽ കോസ്റ്റ്. ഇൻവെന്ററി ഹൈ ആണെങ്കിൽ അത് ടോട്ടൽ കോസ്റ്റ് കുറയ്ക്കും എന്നാണ് പറയുന്നത്. ശരിയാണോ? തെറ്റല്ലേ? ഇൻവെന്ററി കൂടിക്കഴിഞ്ഞാൽ അവിടെ ഇൻവെന്ററി ക്യാരിയിങ് കോസ്റ്റ് കൂടും. ദാറ്റ് മീൻസ് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ടോട്ടൽ കോസ്റ്റ് അവിടെ കൂടുകയാണ് ചെയ്യുക. ഒപ്റ്റിമം ലെവൽ ഓഫ് ഇൻവെന്ററി വന്നാലാണ് നമ്മുടെ കോസ്റ്റ് കുറയുക. നമ്മൾ EOQ കണ്ടുപിടിക്കാൻ പഠിച്ചു. അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. 3, ക്യാഷ് ബജറ്റിംഗ് ഈസ് എസെൻഷ്യൽ ഫോർ ലിക്വിഡിറ്റി മാനേജ്മെന്റ്. ലിക്വിഡിറ്റി മാനേജ്മെന്റിന് ക്യാഷ് ബജറ്റിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതിൻ്റെ എന്താണ് ഫോർകാസ്റ്റിംഗ് ഓഫ് ക്യാഷ് ഇൻഫ്ലോ ആൻഡ് ഔട്ട്ഫ്ലോ എന്ന് പറയുന്നത് ലിക്വിഡിറ്റി മാനേജ്മെന്റിൽ വളരെ റെലവെന്റ് ആയിട്ടുള്ള ഒന്ന് തന്നെയാണ്. സോ മൂന്നാമത്തെ ഓപ്ഷൻ ശരിയാണ്. ആദ്യത്തെയും മൂന്നാമത്തെയാണ് ശരിയായിട്ട് വരുന്നത്. സോ ഓപ്ഷൻ B ആണ് ആൻസർ വരാം. സെക്കൻഡ് വൺ തെറ്റാണ്. ഓക്കെ, മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 17. ഫിനാൻഷ്യൽ കൺട്രോൾ ഇൻവോൾവ്സ് ബജറ്റിംഗ് ആൻഡ് കറക്റ്റീവ് ആക്ഷൻസ്. It becomes unnecessary in fast growing firms. Variance analysis is part of financial control. 3 statements. 1 is true, 1 and 3 are true, 2 and 3 are true, all are true. നോക്കാം നമുക്ക്. ആദ്യത്തെ ഫിനാൻഷ്യൽ കൺട്രോൾ ഇൻവോൾവ്സ് ബജറ്റിംഗ് ആൻഡ് കറക്റ്റീവ് ആക്ഷൻ. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ആ ഫിനാൻഷ്യൽ കൺട്രോളിലാണ്. നമുക്കറിയാം സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുന്നു, ആക്ച്വൽ വരുന്നു, കമ്പയർ ചെയ്യുന്നു ഇവാലുവേഷന് ശേഷം, ദെൻ ഡീവിയേഷൻ വല്ലതുണ്ടെങ്കിൽ ടേക്കിംഗ് കറക്റ്റീവ് ആക്ഷൻ. സോ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയല്ലേ? ദെൻ രണ്ടാമത് ഈ പറയുന്ന ഫിനാൻഷ്യൽ കൺട്രോൾ ബിക്കംസ് അൺനെസസറി ഇൻ ഫാസ്റ്റ് ഗ്രോയിങ് ഫേംസ് എന്നാ പറയുന്നത്. ഫാസ്റ്റ് ഗ്രോയിങ് ഫേംസിലെ ഫിനാൻഷ്യൽ കൺട്രോൾ അൺനെസസറി ആണെന്നാ പറയുന്നത്. അത് തെറ്റല്ലേ? ഫാസ്റ്റ് ഗ്രോയിങ് ഫേംസ് എന്ന് പറയുമ്പോൾ അവിടെ കോംപ്ലക്സിറ്റി കൂടുതലായിരിക്കും. അവിടെ ഫിനാൻഷ്യൽ കൺട്രോൾ കൂടിയേ തീരൂ, നെസസറി ആണ് അവിടെ. ഓക്കെ, ഇനി വാരിയൻസ് അനാലിസിസ് ഈസ് പാർട്ട് ഓഫ് ഫിനാൻഷ്യൽ കൺട്രോൾ. വാരിയൻസ് അനാലിസിസിൽ എന്താ നടക്കുന്നത്? സ്റ്റാൻഡേർഡ് വെച്ച് അല്ല ആക്ച്വൽ വരുമ്പോൾ ഡീവിയേഷൻ മനസ്സിലാക്കി അനലൈസ് ചെയ്യുന്ന പരിപാടിയാണ് വാരിയൻസ് അനാലിസിസ് എന്ന് പറയുന്നത്. ഫിനാൻഷ്യൽ കൺട്രോളിന്റെ പാർട്ടാണ്. ശരിയാണ്. ഓക്കെ, സോ 1 ഉം 3 ആണ് കറക്റ്റ്. ഓപ്ഷൻ B ആൻസർ. ഓക്കെ, മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 18. ട്രേഡ് ഓഫ് തിയറി ബാലൻസസ് ടാക്സ് ബെനിഫിറ്റ്സ് ആൻഡ് ബാങ്ക്രപ്സി കോസ്റ്റ്. നമ്പർ 1 നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തതാണ്. ദെൻ പെക്കിംഗ് ഓർഡർ തിയറി prefer external equity first. Then pecking order theory prefer internal funds. 3 statements. Only 1 is true, 1 and 3 are true, only 2 is true, 1 and 2 are true. നോക്കാം നമുക്ക്. ട്രേഡ് ഓഫ് തിയറിയിലാണ് ബാലൻസസ്
ബിറ്റ്വീൻ ടാക്സ് ബെനഫിറ്റ്സ് ആൻഡ് ബാങ്ക്രപ്സി കോസ്റ്റിനെ പറ്റി പറയുന്നത് അതാണ് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ്. ശരിയല്ലേ? അവിടെയാണ് നമ്മൾ കേട്ടിട്ടുള്ള നമ്മൾ ഡെറ്റ് കൂടുതൽ യൂസ് ചെയ്യുമ്പോൾ അവിടെ ടാക്സ് ബെനഫിറ്റ് ലഭിക്കുന്നു. ബട്ട് ആ ടാക്സ് ബെനഫിറ്റ് ലഭിക്കുമ്പോൾ അവിടെ ഉണ്ടാവുന്ന എന്താ, നമ്മുടെ വാല്യൂ ഓഫ് ദി ഫേം കൂടുതലാണ്. ബട്ട് കടം കൂടുതൽ മേടിക്കുമ്പോൾ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് റിസ്ക് കൂടുന്നു, ഫിനാൻഷ്യൽ സ്ട്രെസ് കൂടുകയാണ് ചെയ്യുക. ഓട്ടോമാറ്റിക്കലി അവിടെ ബാങ്ക്രപ്സി കോസ്റ്റ് കൂടും. അപ്പോൾ നമുക്ക് ഈ പറയുന്ന ടാക്സേഷൻ ബെനഫിറ്റ് കിട്ടിയത് ഈ പറയുന്ന ഫിനാൻഷ്യൽ സ്ട്രെസ് കൊണ്ടുണ്ടായിട്ടുള്ള ഈ ബാങ്ക്രപ്സി കോസ്റ്റ് വെച്ചിട്ട് ബാലൻസ് ചെയ്തു പോകുന്നതാണ് ട്രേഡ് ഓഫ് തിയറിയിൽ പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ദെൻ പെക്കിംഗ് ഓർഡർ തിയറി പ്രിഫർ എക്സ്റ്റേണൽ ഇക്വിറ്റി ഫസ്റ്റ് എന്നാണ്. ഈ തിയറി പ്രകാരം എക്സ്റ്റേണൽ ഇക്വിറ്റിയാണ് നമ്മൾ ആദ്യം കൺസിഡർ ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്. അത് തെറ്റല്ലേ? ഈ തിയറി പ്രകാരം ആദ്യം കൺസിഡർ ചെയ്യേണ്ടത് ഇന്റേണൽ ഫണ്ട്സ് ആണ്. രണ്ടാമത് നമ്മൾ ഡെറ്റ് കൺസിഡർ ചെയ്യണം. മൂന്നാമത് മാത്രമാണ് നമ്മുടെ അടുത്ത് എക്സ്റ്റേണൽ ഇക്വിറ്റി കൺസിഡർ ചെയ്യാൻ പറയണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് തെറ്റാണ്. ഓർഡർ ഞാൻ ഈ പറഞ്ഞ പോലെയാണ്. ദെൻ പെക്കിംഗ് ഓർഡർ തിയറി പ്രിഫർ ഇന്റേണൽ ഫണ്ട്സ് ഫസ്റ്റ്, അത് കറക്റ്റാണ്. അതല്ലേ ഞാൻ നേരത്തെ പറഞ്ഞു. ഫസ്റ്റ് ഓർഡർ ഇങ്ങനെയാണ് വരാം. ഇന്റേണൽ ഫണ്ട്സ് ഫസ്റ്റ്, ഡെറ്റ് സെക്കൻഡ്, എക്സ്റ്റേണൽ ഇക്വിറ്റി തേർഡ്. സോ 1 ഉം 3 ആണ് കറക്റ്റ്. ഓപ്ഷൻ ബി ആൻസർ. Moving to question number 19. Financial management includes hedging risk exposures. Then hedging always increases firm value. Then risk management evaluates both economic impacts and hedging cost. Only one is true. 1 and 3 are true. 2 only, all are true. നോക്കാം. ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഇൻക്ലൂഡ്സ് ഹെഡ്ജിങ് റിസ്ക് എക്സ്പോഷേഴ്സ് എന്ന റിസ്ക് മാനേജ്മെന്റ് നടക്കുന്നുണ്ട് ഫിനാൻഷ്യൽ മാനേജ്മെന്റിൽ എന്നാണ് ആദ്യത്തെ. വളരെ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ആദ്യത്തെ, അല്ലേ? ഫിനാൻഷ്യൽ മാനേജ്മെന്റിൽ നമ്മൾ ചെയ്യുന്ന ഒരു പരിപാടിയാണ്. റിസ്കിനെ ഹെഡ്ജ് ചെയ്യുന്നുണ്ട്. നമ്പർ 1 കറക്റ്റ്. നമ്പർ 2 ഹെഡ്ജിങ് ഓൾവേസ് ഇൻക്രീസസ് ഫേം വാല്യൂ എന്ന് പറയുന്നത്, റിസ്ക് ഹെഡ്ജ് ചെയ്യുന്നതിൽ ഫേമിന്റെ വാല്യൂ കൂടുന്നു എന്നാണ് പറയണത്. അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അല്ല, അല്ലേ? റിസ്കിനെ നമുക്ക് പിടിച്ചു കിട്ടാൻ സാധിക്കുമ്പോൾ അവിടെ എന്താ, വോളറ്റിലിറ്റി മാർക്കറ്റിൽ ഏർണിങ്സ് വോളറ്റിലിറ്റി നമുക്ക് കുറയ്ക്കാൻ പറ്റും, അല്ലേ? വോളറ്റൈലാണ്. അപ്പോൾ നമുക്ക് ഹെഡ്ജിങ് യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് അത് ഒന്ന് പിടിച്ചു കെട്ടാൻ സാധിക്കും. അതിലൂടെ നമുക്ക് ഈ പറയുന്ന ഫേമിൻ്റെ വാല്യൂ കൂടണമെന്നില്ലേ? ഫേമിൻ്റെ വാല്യൂ കൂടണമെങ്കിൽ നമ്മൾ ഹെഡ്ജ് ചെയ്യാൻ, റിസ്കിനെ ഹെഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ എമൗണ്ട് നമുക്ക് അവിടെ കോസ്റ്റ് വരും. അതിനേക്കാൾ കൂടുതൽ നമുക്ക് ബെനഫിറ്റ് ഇങ്ങോട്ട് കിട്ടുകയാണെങ്കിൽ ഫേം വാല്യൂ കൂടും. അതല്ലാണ്ട് ഹെഡ്ജ് ചെയ്യുന്നതിലൂടെ നമുക്ക് എപ്പോഴും, ഇതിൽ പറയുന്നുണ്ട് ഓൾവേസ് വാല്യൂ കൂടണമെന്നില്ല. റിസ്കിനെ പിടിച്ച് കെട്ടുമ്പോൾ വോളറ്റൈലായിട്ടുള്ള ഏർണിങ്സ് അവിടെ ആ ഒരു പ്രശ്നം നമുക്ക് പരിഹരിക്കാൻ പറ്റും. ബട്ട് നമുക്ക് അതിനേക്കാൾ കൂടുതൽ നമ്മൾ ഇറക്കുന്ന ഹെഡ്ജ് ചെയ്യാൻ, റിസ്ക് ഹെഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറക്കുന്ന കോസ്റ്റിനേക്കാൾ കൂടുതൽ നമുക്ക് ഇങ്ങോട്ട് ബെനഫിറ്റ് കിട്ടിയാൽ മാത്രമേ വാല്യൂ കൂടുള്ളൂ. അല്ലാണ്ട് ഓൾവേസ് എന്ന് പറയാൻ പറ്റില്ല. ഇനി റിസ്ക് മാനേജ്മെന്റ് ഇവാലുവേറ്റ്സ് ബോത്ത് ഇക്കണോമിക് ഇമ്പാക്ട്സ് ആൻഡ് ഹെഡ്ജിങ് കോസ്റ്റ്. അത് കറക്റ്റാണ്. റിസ്ക് മാനേജ്മെന്റിൽ നമ്മൾ ഇക്കണോമിക് ഇമ്പാക്ട്സും ഹെഡ്ജിങ്, അല്ലേ, രണ്ടിനും ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്. അത് കറക്റ്റാണ്. സോ 1 ഉം 3 ആണ് കറക്റ്റായിട്ട് വരാ. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 20. നമുക്ക് ഇന്ന് ഇതും കൂടി ഡിസ്കസ് ചെയ്യാം. ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സ് ഇൻക്ലൂഡ് ഇക്വിറ്റി, ഡെറ്റ് ആൻഡ് ഡെറിവേറ്റീവ്സ്. Primary market involves trading between investors. Secondary market provide liquidity. Only one is true. 1 and 3 are true. 2 and 3 are true. All are true. Okay. Capital market instruments include equity, debt and derivatives. Correct. Capital market ലാണ് ഇതൊക്കെ വരുന്നത്. Primary market involves trading between investors. അത് തെറ്റാണ്. പ്രൈമറി മാർക്കറ്റിൽ ആക്ച്വലി കമ്പനികൾ പുതിയ ഇൻവെസ്റ്റേഴ്സിന് അവർ തമ്മിലുള്ള ട്രേഡിങ്ങാണ്. ഇൻവെസ്റ്റേഴ്സ് തമ്മിലുള്ള ട്രേഡിങ്, ബൈങ് ആൻഡ് സെല്ലിങ് നടക്കുന്നത് സെക്കൻഡറി മാർക്കറ്റിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് തെറ്റാണ്. സെക്കൻഡറി മാർക്കറ്റ് പ്രൊവൈഡ്സ് ലിക്വിഡിറ്റി. അത് ശരിയാണ്, അല്ലേ? സെക്കൻഡറി മാർക്കറ്റിലാണ് നേരത്തെ പറഞ്ഞല്ലോ ബൈങ് ആൻഡ് സെല്ലിങ്, ലിക്വിഡിറ്റി എന്ന് പറയുന്ന ഒരു പരിപാടി നടക്കുന്നത് സെക്കൻഡറി മാർക്കറ്റിലാണ്. ഇതിനുള്ളൊരു ഓപ്ഷൻ, അല്ലേ, നമുക്ക് ഷെയർ മേടിക്കാനും വിൽക്കാനും പറ്റുന്നത് സെക്കൻഡറി മാർക്കറ്റിലാണ്, ഈ പറയുന്ന ബയേഴ്സിന്, സെല്ലേഴ്സിന്. അപ്പോൾ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. അപ്പോൾ 1 ഉം 3 ആണ് കറക്റ്റ്. ഓപ്ഷൻ ബി ആൻസർ വരും.
സോ നമ്മളിന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ള എല്ലാ ചോദ്യങ്ങളും, സ്റ്റേറ്റ്മെൻറ്റ് ബേസ് ചെയ്തിട്ടുള്ള എല്ലാ ചോദ്യങ്ങളും ക്ലിയർ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഒരു 4 ദിവസങ്ങളായിട്ട് 4 ദിവസത്തെ വീഡിയോസിൽ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഇൻട്രൊഡക്ഷൻ അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓരോ ടോപ്പിക്കുകൾ നമ്മൾ കവർ ചെയ്ത് പോകും. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ടാക്സ്, ഇൻകം ടാക്സിനെ റിലേറ്റ് ചെയ്തിട്ട് ഫണ്ടമെൻറ്റൽസ് ഓഫ് ഇൻകം ടാക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേപ്പറാണ്. അതിൻ്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടാണ് ഈ നമ്മൾ അടുത്ത ദിവസം മുതൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. സോ അതിൻ്റെ MCQ ബേസ് ചോദ്യങ്ങളുമായിട്ട് ഇത്രയും പെട്ടെന്ന് തന്നെ നാളെ കറക്റ്റ് 8 മണിക്ക് കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. This is Kiran CS signing off. Have a nice day. Thank you.